ലോജിക് ഇല്ലായ്മയും അന്തം കുന്തവും ഇല്ലായ്മയാണ് ഈ പടത്തിൻ്റെ പ്രധാന പ്ലസ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഫീൽഡിൽ നല്ല സ്ഥാനമുള്ള നടന്മാരെ പിടിച്ചോണ്ട് വന്നിട്ട് ഫീൽഡ് ഔട്ടാക്കി വിടാനുള്ള ശ്രമമാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പടം കണ്ടു കഴിഞ്ഞപ്പം ഈ പടത്തിൻ്റെ സംവിധായകനെയും പ്രൊഡ്യൂസറെയും ഇതിൽ അഭിനയിച്ച ആൾക്കാരെയും ഒന്ന് ഗുണദോഷിച്ചേക്കാന്ന് കരുതി. അവരോട് 2 വാക്ക്. ഈ പടത്തിൻ്റെ സംവിധായകൻ പടം പിടിക്കാൻ നിർത്തിയിട്ട് ഏതെങ്കിലും ചായക്കടയിൽ പൊറോട്ട അടിക്കാൻ പോകണമായിരിക്കും നന്നായിരിക്കും തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാർ നാളെ പൊറോട്ട അടിക്കാനും ചായ അടിക്കാനും പോകേണ്ട അവസ്ഥയുണ്ടാവുമെന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുകയാണ്. ബിജു മേനോനും ഷൈൻ ടോം ചാക്കയൊക്കെ ഇതുപോലത്തെ ഊള ഡയറക്ടർമാർക്ക് തല വെച്ച് കൊടുത്താൽ ഇപ്പോൾ ചില സൂപ്പർ സ്റ്റാറുകൾ വീട്ടിൽ കുത്തിരിക്കുന്ന പോലെ വീട്ടിൽ കുത്തിരിക്കാൻ ഒരുപാട് കാലം ഉണ്ടാവില്ല എന്ന് അറിയിച്ചുകൊള്ളുകയാണ്. എന്തൊക്കെയായാലും ക്ലാസ് റിലീസായിട്ട് ബ്രഹ്മയുഗം ആയതുകൊണ്ട് ഈ പടത്തിന് ആൾ കയറാൻ സാധ്യതയുണ്ട്. ഏറെ കാലത്തിന് ശേഷം ബിജു മേനോൻ്റെ ഒരു കോമഡി സിനിമയെന്ന് അവകാശപ്പെടുന്ന സിനിമയാണ് തുണ്ട്. പോസ്റ്റർ റിലീസായ സമയം മുതലേ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ബ്രഹ്മയുഗത്തിന് ക്ലാസ് റിലീസാവുകയും ചെയ്തു. തുണ്ട് എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കാനുള്ള കഷ്ണങ്ങളെയാണ് ഇവർ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ കോപ്പി അടിക്കാനുള്ള പലതരം ടെക്നിക്കുകൾ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. സിനിമയ്ക്ക് കഥ എന്ന് പറയാൻ ഒന്നുമില്ല. ഒരുപാട് ഇൻസിഡൻറ്റുകൾ അവിടെ ചെതറിച്ചിടും. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് മാക്സിമം വൃത്തികേടായി തുന്നിക്കെട്ടിയ ഒരു പ്രൊഡക്റ്റാണ് തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ സ്ട്രീമിൽ നായകൻ്റെ കഥ, നായകൻ്റെ കൂട്ടുകാരൻ്റെ കഥ, നായകൻ്റെ കൂട്ടുകാരൻ്റെ കഥ, റോട്ടിൽ കൂടെ പോയ വേറൊരാളുടെ കഥ, വേറെ ഏതൊരു പട്ടീൻ്റെ കഥ, നായകൻ്റെ പരിചയക്കാരൻ്റെ വേറൊരാളുടെ കഥ, ഇങ്ങനെ സീരിയൽ നിലവാരത്തിലാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞിട്ടുള്ള സിനിമകൾ മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ ഇത്തരം എല്ലാ കഥകളിലും നായകനിലോട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സംവിധായകൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പലതും പാളിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പം തുണ്ട് എന്ന് പറഞ്ഞ പേരിനോട് വളരെയേറെ നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ. പടം തുടങ്ങി ഏകദേശം 40 മിനിറ്റോളം അന്തവും കുന്തമല്ലാണ്ട് കഥ പറഞ്ഞ് നമ്മളെ ബോറടിപ്പിക്കും. പിന്നെ നമുക്കതങ്ങോട്ട് ശീലമാവും. ഷൈൻ ടോം ചാക്കോനൊക്കെ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലാതെ പേരിന് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് എന്തിന് കാര്യമായിട്ട് ഡയലോഗ് പോലും ഇല്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് അയാൾ. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങേര സിനിമയുള്ള കാര്യം നമ്മൾ മറന്നു പോകും. എന്തിന് സംവിധായകനും റൈറ്ററും വരെ മറന്നുപോയി അങ്ങേര സിനിമയുള്ള കാര്യം. ബിജു മേനോൻ അവതരിപ്പിച്ച ബേബി ജോൺ എന്ന് പറഞ്ഞ കഥാപാത്രം നിഷ്കളങ്കനാണോ അതോ പൊട്ടനാണോ എന്നറിയാത്ത നിമിഷങ്ങളാണ് സിനിമ നിറയെ. എന്തായാലും നിറയെ ഉത്തരവാദിത്തക്കേടുള്ള കാലക്കേട് നിറഞ്ഞ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ബിജു മേനോൻ ഇതിൽ അഭിനയിക്കുന്നത്. ആ കഥാപാത്രം നന്നായി ചെയ്യാൻ അയാൾ ശ്രമിച്ചിട്ടുമുണ്ട്. കോട്ടയം നസീറിൻ്റെ കഥാപാത്രം എന്തൊക്കെയോ അഭിനയിച്ച് വലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ കോമഡി വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. നോ രക്ഷ, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെയുടെ എല്ലാ സീനിലും ഫോണിൻ്റെ അപ്പുറത്ത് അങ്ങനെയുടെ ശാഠ്യക്കാരിയായ ഭാര്യയുടെ വോയിസ് സംവിധാനം കാണിക്കുന്നുണ്ട്. കോമഡിയാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് നേരത്തെ പറയേണ്ടിയിരുന്നു, എന്നാലും നമുക്കൊക്കെ ചിരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെയോ കാണിച്ചു, ഏതാണ്ടൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ കാണിച്ചു പോയി, ഒരാളും ഇല്ലാത്ത സ്ക്രിപ്റ്റ്. നമുക്ക് ഒരു കഥാപാത്രത്തോടും വേണ്ടത്ര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഒന്നും തോന്നുകയില്ല എന്നുള്ളതാണ് വാസ്തവം. സെക്കൻഡ് ഹാഫിന് ശേഷം പടം നന്നാവുന്നൊരു പ്രതീക്ഷ ഇൻ്റർവൽ പഞ്ചിൽ തരുന്നുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷയും വേണ്ട. സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു തേങ്ങയും സംഭവിക്കാനില്ല. കുറേ ക്ലീഷെ ക്രിഞ്ച് ഡയലോഗുകൾ കുത്തിനിറച്ചുള്ള ഊള സെക്കൻഡ് ഹാഫ് എന്ന് വളരെ വൃത്തിക്ക് പറയാം. പടത്തിൻ്റെ പേര് തുണ്ടായതുകൊണ്ട് തന്നെ പടത്തിൽ മൊത്തത്തിൽ 3 കോപ്പിയടി സീനുകളുണ്ട്. അതിൽ 3ാമത്തെ കോപ്പിയടി സീന് ഹാഫ് ടൈമിന് ശേഷമാണ്. ആ സീൻ കാണുമ്പോൾ സത്യത്തിൽ തിയേറ്റർ കത്തിക്കാൻ തോന്നും. യാതൊരു ലോജിക്കും ഇല്ലാതെ കുറേ പഞ്ച് സീനെന്ന് തോന്നിക്കുന്ന ഊള സീനുകൾ അറഞ്ചം പുറഞ്ചം കുത്തിനിറച്ചിരിക്കുകയാണ് സംവിധായകനും എഴുത്തുകാരനും ഈ സീനുകളിൽ. എഴുത്തുകാരനും സംവിധായകനും സംഭവം എന്ന് തോന്നിയിട്ടുള്ള കുറേ ഊള കോപ്പിയടി ടെക്നിക്കുകൾ വലിയ സംഭവം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തരം ആളെ പൊട്ടനാക്കുന്ന സീനെന്ന് സത്യസന്ധമായിട്ട് പറയാം. അതിനിടയ്ക്ക് സെൻറ്റി മോട്ടിവേഷണൽ കാറ്റഗറിയിൽ ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഓടാൻ പറ്റിയ തരത്തിലുള്ള കുറച്ച് സെൻറ്റി ഡയലോഗുകൾ ബിജു മേനോൻ്റെ കഥാപാത്രത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ പടം മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. കാരണം വൻ കോമഡി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും OTT വരാൻ സാധ്യതയില്ല. പടത്തിൻ്റെ ടോട്ടൽ മെസ്സേജ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ നല്ലത് കോപ്പി അടിക്കുന്നതാണ് എന്ന് തന്നെയാണ്.